യേശു ക്രൂശിൽ മരിച്ചു. ഇതെല്ലാവർക്കും അറിയാം. അവൻ ഉയർത്തെഴുന്നേറ്റു, എന്നാലോ അതും എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ചോദ്യം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ് യേശു പ്രത്യേകിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്? 2-ാം ദിവസം ആകാതിരുന്നതിനും 4-ാം ദിവസം ആകാതിരുന്നതിനും ഒരു കാരണമുണ്ടോ? ഒന്നൊരം വിശദമായ ഉദ്ദേശമുണ്ടോ? ഉത്തരം അതെ. ബൈബിളിൽ ഒന്നും യാദൃശ്ചികമല്ല. ദൈവത്തിന്റെ ഓരോ കാര്യവും ഒരു സമയത്തും ഒരു പദ്ധതിയിലും ഒരു ഉദ്ദേശത്തിലുമാണ് നടക്കുന്നത്. ബൈബിളിൽ 3 എന്ന സംഖ്യ ഒരു സാധാരണ എണ്ണമല്ല. ഇതൊരു ദൈവീക പാറ്റേണാണ്, ഒരു സിഗ്നേച്ചറാണ്, ദൈവത്തിന്റെ ഇടപെടലിന്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ നിന്നും തുടങ്ങി 3 എന്ന സംഖ്യ തുടർച്ചയായി ദൈവത്തിന്റെ പ്രവർത്തനത്തെ കാണിക്കുന്നു. ഉദാഹരണത്തിന്, യോനാ മീനിന്റെ വയറ്റിൽ 3 ദിവസം, അബ്രഹാം മോറിയ പർവ്വതത്തിലെത്തിയത് 3-ാം ദിവസം, പത്രോസ് യേശുവിനെ 3 തവണ നിഷേധിച്ചു. പിന്നീട് യേശു പത്രോസിനോട് 3 തവണ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന്റെ സ്വഭാവം പോലും 3 രൂപത്തിൽ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇങ്ങനെ നോക്കുമ്പോൾ 3 എന്ന സംഖ്യ ഒരു ദൈവീക ചിഹ്നമാണ്. പക്ഷെ ഇതിൽ മറ്റൊരു കാരണവുമുണ്ട്. അതാണ് സംസ്കാര പശ്ചാത്തലം. യേശുവിന്റെ കാലത്ത് ജൂതരിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ ആത്മാവ് ശവദേഹത്തിനടുത്ത് 3 ദിവസം ചുറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. 4-ാം ദിവസം ശരീരം പഴുകിത്തുടങ്ങും. അതായത് 4-ാമത്തെ ദിവസം മുതൽ ആ മരണത്തിൽ തിരിച്ചുവരവ് അസാധ്യമാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് യേശു ലാസറിനെ ഉയർത്തിയത് 4-ാം ദിവസം. ദൈവം എന്താണ് അത്രയധികം വ്യക്തമായി പറഞ്ഞത്? അതാണ് ഈ സന്ദേശം. ദൈവം അസാധ്യമായ കാര്യത്തിലും ഇടപെടുന്ന ദൈവമാണ്. അതുപോലെ യേശുവിന്റെ ഉയിർപ്പ് സ്വപ്നം പോലുമല്ല, മരണം പൂർണ്ണമായിരുന്നു എന്ന് ജൂതസംസ്കാരത്തിനും ചരിത്രത്തിനും മുന്നിൽ വ്യക്തമായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം ഉയിർപ്പിന്റെ സമയമായി 3-ാം ദിവസം തിരഞ്ഞെടുത്തത്. ഇവിടെ മറ്റൊരു ശക്തമായ സത്യവുമുണ്ട്. ആദ്യ ദിവസം മരണം, 2-ാം ദിവസം മൗനം. യാതൊരു മാറ്റവുമില്ലാത്ത ദിവസമായി തന്നെ തോന്നാം. പക്ഷേ 3-ാം ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി തെളിഞ്ഞതും ശക്തമായതും വിജയമുള്ളതുമാക്കി മാറുന്നു. ഇതാണ് ദൈവത്തിന്റെ രീതിയും സമയവും. ഞങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ 2-ാം ദിവസത്തിലാണ്. ഒന്നും സംഭവിക്കുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്നില്ല, ദൈവം മൗനമാണ്. പക്ഷേ ദൈവം മൗനമായാലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ സന്ദേശം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി സമയമെടുക്കുക. കാരണം അടുത്ത ദിവസങ്ങളിലും ഇതുപോലുള്ള ശക്തമായ വിശ്വാസ വിഷയങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചുവരാം. യേശുവിന്റെ ഉയിർപ്പിന്റെ 3-ാം ദിവസം ഒരു തീയതി മാത്രമല്ല, ഒരു പ്രബോധനമാണ്. ദൈവം സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. വൈകല്യം ദൈവത്തിന്റെ നിരസിക്കലല്ല. അവസാനം തോന്നുന്ന സ്ഥലത്ത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവചനം പോലും ഇതേ കാര്യമാണ് പറഞ്ഞത്. ഹോശേയ 6:2 എഴുതിയിരിക്കുന്നു, 2-ാം ദിവസം അവൻ നമ്മെ പുനഃസ്ഥാപിക്കും, 3-ാം ദിവസം അവൻ നമ്മളെ ഉയർത്തും. ഈ വചനം യേശുവിൽ സാക്ഷാൽ നിറവേറുകയും ചെയ്തു. അവന്റെ മരണം പാപത്തെ തോൽപ്പിച്ചു. അവന്റെ ഉയിർപ്പ് മരണത്തെയും നരകത്തെയും അധികാരത്തെയും തകർത്തു. 3-ാം ദിവസം ദൈവത്തിന്റെ വലിയ പ്രഖ്യാപനമാണ്. സാത്താൻ ജയിച്ചിട്ടില്ല. പാപം അവസാന വാക്കല്ല. മരണം ശക്തിയില്ല. ദൈവം ഇപ്പോഴും അധികാരമുള്ളവനാണ്. ഇന്നിത് കേൾക്കുന്നവരെ ഞാനൊരു വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ 3-ാം ദിവസം വരും. ഇപ്പോൾ അത് മൗനമാണ്. ഇപ്പോൾ അത് കാണാനൊന്നുമില്ല. പക്ഷേ ദൈവം തന്റെ സമയത്ത് ഉയിർപ്പിന്റെ ദിവസം നിന്റെ ജീവിതത്തിലേക്കും കൊണ്ടുവരും.